നമസ്കാരം കൂട്ടുകാരെ, 2025 പുറത്തിറങ്ങി ഏറെ വിജയമായി മാറിയ ചലച്ചിത്രം എമ്പുരാൻ ലൂസിഫർ എന്ന ചലച്ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി എത്തിയ ചലച്ചിത്രം വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു. വിവാദമായ പല കാര്യങ്ങൾ കൊണ്ടും ഒരുപാട് ചർച്ചാ വിഷയമാവുകയും ചെയ്തു. മുരളി ഗോപി രചന നിർവഹിച്ച ചലച്ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. ആന്റണി പെരുമ്പാവൂരും സുഭാസ്കരനും ഗോകുലം ഗോപാലനും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. മോഹൻലാലും പൃഥ്വിരാജും മഞ്ജു വാര്യരും ടൊവിനോയും അടക്കം നീണ്ട താരനിര തന്നെ ചലച്ചിത്രത്തിലുണ്ടായിരുന്നു. ചലച്ചിത്രം നിലവിൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT-യിലെത്തിയിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. വളരെയധികം മികച്ച പ്രതികരണം നേടിയ ഈ ചലച്ചിത്രത്തിന്റെ കഥാസംഗ്രഹം നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നോർത്തേൺ ഇറാഖിലെ കരാക്കോശ് എന്ന് പറഞ്ഞ ഇടത്താണ് ചലച്ചിത്രം ആരംഭിക്കുന്നത്. MI6ന്റെ നേതൃത്വത്തിൽ അവിടെ ഖുറൈശി ഇബ്രാഹിമിനെ പിടിക്കാൻ ഒരാക്രമണം നടക്കാൻ പോവുകയായിരുന്നു. ഖുറൈശി ഇബ്രാഹിമും സംഘവും സ്ഥലത്തെത്തിയതിന് പിന്നാലെ അവർ സ്ട്രൈക്കിലേക്ക് കടന്നു. MI6 സംഘത്തെ ലീഡ് ചെയ്തത് ഏജന്റ് മിഷേൽ ആയിരുന്നു. പക്ഷേ മിഷേൽ അവിടുത്തെ പ്രധാന കവാടത്തിന്റെ മുമ്പിലെത്തിയപ്പോഴേക്കും വളരെ വലിയൊരു സ്ഫോടനം സംഭവിച്ചു. മിഷേൽ അടക്കം നിരവധി MI6 ഏജന്റുമാർ സ്ഫോടനത്തിൽ അപകടം പറ്റി തെറിച്ചു വീണു. അവിടെ നിന്നും ഉയർന്നു വരുന്ന ശബ്ദശകലത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചരിത്രാതീത കാലം തൊട്ട് ഈ ലോകം നിയന്ത്രിക്കുന്നത് നമ്മളാരും അറിയാത്ത ചില ശക്തികളാണ്. അതിൽ നിലവിലിപ്പോൾ ബാക്കിയായിട്ടുള്ളത് രണ്ട് പ്രധാന ശക്തികളാണ്. ബ്രിട്ടീഷ് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളിൽ ഈ രണ്ട് ടീമുകളും അറിയപ്പെടുന്നത് രണ്ട് കോഡ് നെയിമുകളിലാണ്. ഒന്ന് ഗോഡ് ആക്സിസ് എന്ന കോഡ് നെയിമുള്ള ആഫ്രോ ചൈനീസ് ഗൂഢസംഘം ഷെൻ ട്രയാഡ്, രണ്ടാമത്തേത് ലൂസിഫർ നെക്സസ് എന്ന കോഡ് നെയിമുള്ള ഇൻഡോ അറബ് മെഗാ സിൻഡിക്കേറ്റ്. ഖുറൈശി അബ്രാം കഥ അവിടെ നിന്നും വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോകുന്നു. തീവണ്ടിയിലെ തീപിടുത്തം മരണസംഖ്യ അധികരിക്കുന്നു എന്ന തരത്തിലുള്ള പത്രദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. പിന്നീട് വർഷം 2002 ഗുജറാത്തിൽ വലിയൊരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഹിന്ദു എക്സ്ട്രീമിസ്റ്റുകളും മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളും തമ്മിലായിരുന്നു കലാപം നടന്നത്. പക്ഷേ ഇതിനിടയിൽ സാധാരണ ജനങ്ങളും പെട്ടു. അന്നവിടെ ആക്രമിക്കപ്പെട്ടവരിൽ സെയ്ദ് മസൂദിന്റെ കുടുംബവും ഉണ്ടായിരുന്നു. സെയ്ദ് മസൂദിന്റെ അച്ഛനും അമ്മയും തന്റെ കുടുംബവുമായി നാട്ടിൽ നിന്ന് പലായനം ചെയ്യാൻ തുടങ്ങി. യാത്രാമധ്യേ തങ്ങളുടെ മൂത്തപുത്രൻ കൊല്ലപ്പെടുന്നതിന്റെ ശബ്ദം സെയ്ദ് മസൂദിന്റെ വാപ്പയടക്കം കേൾക്കുന്നുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. സെയ്ദ് മസൂദും കുടുംബവും അഭയം തേടിയത് ഗുജറാത്തിലെ തന്നെ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും ഏറെ സമ്പന്നയുമായ സുഭദ്ര ബെന്നിനരികിലായിരുന്നു. സുഭദ്ര അവിടെ എത്തിയ എല്ലാ മുസ്ലിങ്ങൾക്കും അഭയം കൊടുത്തു. എല്ലാവരെയും സമാധാനിപ്പിച്ചു. നാളത്തോടെ ഈ ഭ്രാന്തൊക്കെ കെട്ടടങ്ങും, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. തന്റെ അനന്തരവൻ മുന്നേ വിളിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ മുന്നയ്ക്ക് അതത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും അവരുടെ അഭയസ്ഥാനത്തേക്ക് പോകുമ്പോ സുഭദ്ര സെയ്ദ് മസൂദിന്റെ വാപ്പ മസൂദിനെ വിളിച്ചു നിർത്തി. പിന്നാലെ പറഞ്ഞു, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്നിവിടെ കണ്ടതും കാണുന്നതും മതമോ വിശ്വാസമോ ഒന്നുമല്ലെന്ന്. ഇത് വെറും രാഷ്ട്രീയ കളികളാണെന്ന്. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയം ഒരു ബിസിനസ്സാണ്. അവർക്ക് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഇല്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല, നന്മയെന്നോ തിന്മയെന്നോ ഇല്ല. എല്ലാം അവിടെ കച്ചവടം മാത്രമാണ്. മതവും രാഷ്ട്രീയവും ഒന്നുചേരുന്നത് കരിമരുന്നിലേക്ക് തീപ്പൊരി ഇടുന്നതുപോലാണ്. ഏറ്റവും കുറഞ്ഞത് നമ്മുടെ മക്കളെയെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കണം. അന്ന് അവിടെ വെച്ച് സുഭദ്ര പറഞ്ഞ വാക്കുകൾ സെയ്ദ് മസൂദ് കേട്ടിരുന്നു. സുഭദ്രയുടെ നന്ദി പറഞ്ഞ് അവർ തങ്ങളുടെ അഭയസ്ഥാനത്തേക്ക് പോയി. പക്ഷേ രാത്രിയിൽ വലിയ ആരവത്തോടെ ശബ്ദം മുഴങ്ങി കേൾക്കുകയാണ്. അങ്ങോട്ടേക്ക് അക്രമകാരികൾ എത്തിച്ചേർന്നിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു, അവിടെയും സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയ മസൂദ് തന്റെ മകൻ സെയ്ദ് മസൂദിനോട് അനിയനെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ പറഞ്ഞു. അവർക്ക് വേണ്ടി പിൻവഴിയിലൂടെ വഴിയും കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും ആയുധങ്ങളുമായി അങ്ങോട്ടേക്കെത്തിയ അക്രമകാരി സംഘം സുഭദ്രയുടെ ആളുകൾ വരെ കൊന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ശബ്ദവും ബഹളവും കേട്ട് സുഭദ്ര ഓടിവന്ന് പോലീസിന് ഫോൺ ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്തു. പക്ഷേ സുഭദ്രയുടെ അനന്തരവൻ മുന്ന ഫോൺ കണക്ഷൻ കട്ട് ചെയ്തിട്ടിരുന്നു. മുന്ന സുഭദ്രയോട് അദ്ദേഹം വരുന്നുണ്ട്, ബൽരാജ് ഭയ്യ എന്ന് പറഞ്ഞു. ബൽരാജ് ആയിരുന്നു ആ അക്രമി സംഘത്തിന്റെ നേതാവ്. നേരെ അകത്തേക്ക് കടന്നു വന്ന ബൽരാജ് തങ്ങളുടെ കമ്മ്യൂണിറ്റിയെ തന്നെ സുഭദ്ര വഞ്ചിച്ചെന്ന് പറഞ്ഞ് സുഭദ്രയെ വെടിയുതിർത്തു കൊന്നു. മുന്നയായിരുന്നു അവിടുള്ള അഭയാർത്ഥികളെ പറ്റി ബൽരാജിനെ വിവരമറിയിച്ചത്. മുന്നയ്ക്ക് ബൽരാജിനോട് ഒരുതരം ആരാധനയായിരുന്നു. സുഭദ്രയുടെ പ്രവൃത്തികൾ മുന്നയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നുമില്ല. അധികം വൈകിയില്ല ബൽരാജിന്റെ നേതൃത്വത്തിലുള്ള അക്രമി സംഘം അഭയം പ്രാപിച്ചു കഴിഞ്ഞിരുന്ന മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്നു. അവരെ ക്രൂരമായി വകവരുത്താനും അവരുടെ സ്ത്രീകളെ പീഡിപ്പിക്കാനും
കൊല്ലാനും കൊലപ്പെടുത്താനും ഒക്കെ ആരംഭിച്ചു. ഒരു ഭിത്തിക്കപ്പുറം ഇതിനൊക്കെ ദൃക്സാക്ഷിയായി സെയ്ദ് മസൂദ് ഉണ്ടായിരുന്നു. സെയ്ദ് മസൂദ് പിന്നാലെ വാപ്പ പറഞ്ഞ പോലെ അവിടെ നിന്ന് പിൻവഴിയിലൂടെ രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ചു. അനിയനെങ്കിലും തന്റെ കൂടെ ഉണ്ടല്ലോ എന്ന പ്രതീക്ഷ സെയ്ദിനുണ്ടായിരുന്നു. പക്ഷേ മുമ്പോട്ട് നടന്നു നീങ്ങിയപ്പോൾ അനിയന് അനക്കമൊന്നുമില്ലെന്ന് അവൻ മനസ്സിലാക്കി. നോക്കിയപ്പോ കണ്ടത് എവിടെ നിന്നോ പാഞ്ഞു വന്ന വെടിയുണ്ട അനിയന്റെയും ജീവനെടുത്തിരുന്നതാണ്. സെയ്ദെന്ന് അവിടെ വെച്ച് അനാഥനാക്കപ്പെട്ടു. കുടുംബം മുഴുവൻ ആ വർഗീയ കലാപത്തിൽ ഇല്ലാതാക്കപ്പെട്ട ഒരു പാവം പയ്യൻ. വേദന കൊണ്ട് അവനന്ന് അലറി വിളിച്ചിരുന്നു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. ഗോവർദ്ധൻ എപ്പോഴും തന്റെ സത്യാന്വേഷണ പാതയിലാണ്. വർഷം 2025 ആയിരുന്നു. അപ്പോഴേക്കും വളരെ വലിയ പൊളിറ്റിക്കൽ ലീഡറായി മാറിക്കഴിഞ്ഞിരുന്ന ബൽരാജ് കേരളത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ താല്പര്യം കാണിക്കുന്നുണ്ട്. ഗോവർദ്ധൻ തന്റെ കണക്ഷൻ ഉപയോഗിച്ച് അതെന്തിനു വേണ്ടിയാണ് എന്നറിയാൻ ശ്രമിച്ചു. പ്രധാനമായും ഗോവർദ്ധൻ കോണ്ടാക്ട് ചെയ്തത് തന്റെ പരിചയക്കാരനും ഇന്റലിജൻസ് ഓഫീസറുമായ കാർത്തികിനെയായിരുന്നു. പക്ഷേ കാർത്തികിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും അപ്പോൾ ഗോവർദ്ധന് കിട്ടുന്നില്ല. മറിച്ച് കാർത്തിക് ഒരു കാര്യം ചോദിച്ചു. സ്റ്റീഫൻ നെടുമ്പള്ളിയെ പറ്റി അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ, എന്തായി എന്നായിരുന്നു അത്? ഞാനിപ്പോഴും അന്വേഷണത്തിലാണ് എന്ന് ഗോവർദ്ധൻ മറുപടി കൊടുത്തു. ഇതേസമയം കേരള രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞുമറിയുകയായിരുന്നു. അധികാരമേറ്റെടുത്ത് CM ആയ ശേഷം ജതിൻ രാംദാസ് 6 കൊല്ലക്കാലത്തോളം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. അടുത്തൊരു ഇലക്ഷൻ വരുന്ന സമയമായി. IUF വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുന്നു. ജതിൻ രാംദാസിന്റെ പേരിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങളും ഇന്റലിജൻസ് ഏജൻസികളുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. IUF-നകത്ത് തന്നെ ജതിൻ രാംദാസിനെതിരെ ശബ്ദങ്ങൾ ഉയർന്നു വന്നു തുടങ്ങിയിരുന്നു. നെടുമ്പള്ളിയിൽ ഡാം പണിയാൻ വേണ്ടി കൊറിയൻ കമ്പനിയിൽ നിന്ന് വളരെ വലിയൊരു തുക പോലും കമ്മീഷനായി ജതിൻ വാങ്ങിയിരുന്നു. ആ അഴിമതി കഥയും പുറത്തുവരുമോ എന്ന ഭയം IUF-നുണ്ടായിരുന്നു. പക്ഷേ IUF അപ്പോഴും തീരുമാനിച്ചത് ജതിനെ സംരക്ഷിക്കാനാണ്. മറുവശത്ത് ഈ അവസരം മുതലെടുക്കണോ വേണ്ടയോ എന്ന കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു RPM-ഉം RPIM-ന്റെ നേതാവ് മേടയിൽ രാജനും. മറുവശത്ത് പ്രിയദർശിനിയാകട്ടെ എല്ലാത്തിനും വിട്ടൊഴിഞ്ഞ് ഒന്നൊതുങ്ങിക്കൂടുകയായിരുന്നു. മകളുടെ നിർബന്ധപ്രകാരം ചില പരിപാടികളിലൊക്കെ ചീഫ് ഗസ്റ്റായി അവർ പങ്കെടുക്കുന്നു എന്നതൊഴിച്ചാൽ രാഷ്ട്രീയപരമായ മറ്റൊന്നിലേക്കും അവർ ഉണ്ടായിരുന്നേയില്ല. ഇതിനിടയിലാണ് ജതിൻ രാംദാസും ബൽരാജും തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നു എന്ന വിവരം നാടൊട്ടുക്കും പരക്കാൻ തുടങ്ങിയത്. IUF നേതാവ് എന്തിന് തീവ്ര വലതുപക്ഷ പാർട്ടിയായ അഖണ്ഡ ശക്തി മോർച്ച നേതാവ് ബൽരാജുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നത് മീഡിയക്കാരെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരമായിരുന്നു. IUF-ന് പോലും അതിനെപ്പറ്റി കൂടുതൽ ധാരണയുണ്ടായിരുന്നില്ല. അന്നൊരു പരിപാടി കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന പ്രിയദർശിനി അഖണ്ഡ ശക്തി മോർച്ചയുടെ ഒരു സമ്മേളനവും അതിന്റെ നേതാവ് സജനചന്ദ്രന്റെ പ്രസംഗവും കേൾക്കുന്നുണ്ട്. അതിൽ കേരളത്തിന്റെ അധികാരം തങ്ങൾ പിടിച്ചെടുക്കും എന്ന തരത്തിലുള്ള വാക്കുകൾ പ്രിയദർശിനിയെക്കുറിച്ച് ചിന്തിപ്പിച്ചിരുന്നു. യാത്ര ചെയ്ത് പ്രിയദർശിനി നേരെ വീട്ടിലേക്കെത്തി. അവിടെ പ്രിയദർശിനിയെയും കാത്ത് കേരളത്തിന്റെ CM പ്രിയദർശിനിയുടെ അനിയൻ ജതിൻ രാംദാസ് ഉണ്ടായിരുന്നു. ജതിൻ അന്ന് പ്രിയദർശിനിയോട് കാര്യമായി തന്നെ സംസാരിച്ചു. ഗൗരവത്തിലായിരുന്നു സംസാരം. നാളെ ഞാനൊരു പ്രധാന അനൗൺസ്മെന്റ് നടത്തും, അതിനെപ്പറ്റി ചേച്ചി സ്റ്റേറ്റ്മെന്റ്സോ ഒന്നും തന്നെ കൊടുക്കരുത്, പ്രിയദർശിനി പറഞ്ഞു. PKR രാഷ്ട്രീയത്തിൽ പാലിച്ച ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനെതിരെ വരുന്ന പോലെ നീയൊന്നും ചെയ്യാത്തിടത്തോളം നിന്റെ തീരുമാനങ്ങളോട് ഞാൻ ഒരിക്കലും എതിര് നിൽക്കില്ല, ഞാനൊന്നും പറയുകയുമില്ല. പക്ഷെ ജതിന് ആ മറുപടി അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണം കൊണ്ട് ജതിനാകെ മാറിക്കഴിഞ്ഞിരുന്നു. IUF-ന്റെ പ്രിൻസിപ്പിൾസിനോടും മതേതരത്വത്തോടുമൊക്കെ ജതിന് വെറും പുച്ഛം മാത്രമായിരുന്നു. എന്തിനേറെ പറയുന്നു, പ്രിയദർശിനിയുമായി സംസാരിച്ചപ്പോൾ തന്റെ അച്ഛൻ PKR-നോട് പോലും തനിക്കൊരു കമ്മിറ്റ്മെന്റ്സുമില്ല എന്ന് ജതിൻ മുഖത്തു നോക്കി പറഞ്ഞു. പിന്നാലെ അവിടെ നിന്നിറങ്ങിപ്പോന്നു. വരാനിരിക്കുന്ന അപകടം പ്രിയദർശിനിയുടെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. അടുത്ത ദിവസം PKR-ന്റെ സ്മൃതി ദിനമായിരുന്നു. അന്ന് നടന്ന വളരെ വലിയ സമ്മേളനത്തിലേക്ക് CM ജതിൻ രാംദാസ് കടന്നു വന്നു. പക്ഷേ അവിടെത്തിയ ജതിന് മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ജതിനെന്ന് ജനങ്ങളോട് സംസാരിച്ചു. ഏവരെയും ഞെട്ടിക്കുന്ന ഒരു തീരുമാനം, ഒരു പ്രഖ്യാപനം അവിടെ വെച്ച് ജതിൻ നടത്തി. ജതിൻ രാംദാസ് IUF എന്ന പാർട്ടി വിടുന്നു എന്നായിരുന്നു അത്. പിന്നാലെ താൻ നേതാവായി IUF PKR എന്ന പേരിൽ പുതിയൊരു പാർട്ടി താൻ രൂപീകരിക്കുന്നു എന്നും ജതിൻ പ്രഖ്യാപിച്ചു. ആ പാർട്ടി അഖണ്ഡ ശക്തി മോർച്ച അഥവാ ASM-മായി സഹകരിക്കും, സഖ്യകക്ഷിയാകും എന്നും ജതിൻ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ASM-ന്റെ രാഷ്ട്രീയ നേതാവ് ബൽരാജ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ജതിൻ അങ്ങനെ
വലതുപക്ഷ രാഷ്ട്രീയ കക്ഷിയുമായി കക്ഷി ചേരുന്നത് ഏറെ ഞെട്ടലോടെയായിരുന്നു ഏവരും നോക്കിക്കണ്ടത്. കേരളം അപകടത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഗോവർദ്ധൻ സ്റ്റീഫൻ എവിടെയാണ് എന്ന അന്വേഷണം കടുപ്പിച്ചു. അതിനുവേണ്ടി സ്റ്റീഫനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അച്ഛനെ വരെ ഗോവർദ്ധൻ ചെന്നു കണ്ടു. പക്ഷേ സ്റ്റീഫൻ എവിടെയെന്ന് അച്ഛനും ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. ജതിൻ അധികാരമേറ്റതോടെ സ്റ്റീഫൻ കേരളം വിട്ടതാണ്. പിന്നീട് ആർക്കും സ്റ്റീഫനെ പറ്റി ഒരു വിവരം പോലുമില്ല. കഥ അവിടെ നിന്നും സെനഗലിലേക്ക് പോകുന്നു. ഇന്റർപോൾ ഓഫീസർ റോബർട്ട് മക്കാർത്തിയും ഖുറേഷി എബ്രാമിലെ അസോസിയേറ്റ് ആയിരുന്ന സെർജി ലിയോനോവും ചേർന്ന് ഒരു മയക്കുമരുന്ന് കടത്തുമായി സഹകരിക്കുകയായിരുന്നു. കൺസൈറ്റ്മെന്റ് വൈകാതെ മൂവ് ചെയ്യാൻ തുടങ്ങി. ആ വിവരം ലണ്ടനിലുള്ള MI6 ഓഫീസിലെത്തിയിരുന്നു. MI6 ഏജന്റായ ബോറിസ് ഒലിവർ തനിക്ക് വിവരമെത്തിയതും ആ വിവരം പരിശോധിച്ചു. വളരെ വലിയ മയക്കുമരുന്ന് കൺസൈൻമെന്റ് ആണ് മൂവിങ്ങിലുള്ളത്. സെനഗൽ വഴി അത് യൂറോപ്പിലേക്ക് എത്തിക്കാനായിരുന്നു അത് കടത്തുന്നവരുടെ ഉദ്ദേശം. ബോറിസിന്റെ അടുത്തേക്ക് വിവരങ്ങൾ പൂർണ്ണമായി എത്തി. റോബർട്ട് മക്കാർത്തിയെ ബന്ദിയാക്കി വെച്ചാണ് അവർ കച്ചവടം നടത്തുന്നത് എന്ന വിവരമായിരുന്നു UK എത്തിച്ചേർന്നത്. പക്ഷേ റോബർട്ട് ഒരു ഡബിൾ ഏജന്റ് ആണെന്നും മയക്കുമരുന്ന് സംഘത്തിന്റെ നേതാവ് കബൂഗയുമായി സഹകരിച്ച് അവരുടെ കച്ചവടത്തിൽ പങ്കാളിയാവുകയാണ് എന്നും അപ്പോൾ MI6 അറിവുണ്ടായിരുന്നില്ല. ആഫ്രിക്കൻ ക്രൈം ലോർഡായ സെർജി ലിയോനോവും ആ മയക്കുമരുന്ന് സംഘത്തിന്റെ കൂടെയുണ്ടെന്നും അയാൾ എബ്രാമിന്റെ ഫോർമർ അസോസിയേറ്റ് ആയിരുന്നെന്നും അതൊക്കെ വിട്ട് കബൂഗയുടെ കൂടെ കൂടിയിരിക്കുകയാണ് എന്നും റിപ്പോർട്ട് ബോറിസിന്റെ ചെവിയിലെത്തി. എന്താണ് നടപടി എന്ന മട്ടിൽ ബോറിസ് തിരക്കിയതും ഗ്രൗണ്ടിൽ മിഷേലും സംഘവും ഉണ്ടെന്നും ഗിനിയ ബോർഡറിലെത്തിയാൽ വാഹനം അവർ പിടിച്ചെടുക്കും എന്നും സബോർഡിനേറ്റ് മറുപടി കൊടുത്തു. പക്ഷെ അവർ വിചാരിച്ച പോലായിരുന്നില്ല നടന്നത്. കബൂഗയുടെ സംഘം സെനഗൽ, ഗിനിയ, ബിസൗ ബോർഡറിലേക്ക് പോകാതെ കൺസൈൻമെന്റ് മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടു. ഗിനിയയിൽ ഒരുപക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ സെനഗൽ മൊത്തമായും നമ്മുടേതാണ് എന്നായിരുന്നു മക്കാർത്തിയെ ഗൈഡ് ചെയ്തിരുന്ന വ്യക്തി മക്കാർത്തിയോട് പറഞ്ഞത്. പക്ഷേ അവരുടെ ആ കോൺവോയ് വഴിയിൽ വെച്ച് തടയപ്പെടുകയാണ്. സമയം കുറെ കഴിഞ്ഞിട്ടും കൺസൈൻമെന്റ് കാണാത്തതുകൊണ്ട് മിഷേൽ സംശയിച്ചിരുന്നു. അവരുടെ സംശയം ശരിയുമായിരുന്നു. ആ വാഹന വ്യൂഹം അവരുടെ യാത്രാമധ്യേ ആക്രമിക്കപ്പെട്ടു. ആക്രമിച്ചതാകട്ടെ എബ്രാം ഖുറേഷിയുടെ ആളുകളായിരുന്നു. മയക്കുമരുന്നിനെതിരെ പടപൊരുതുന്ന എബ്രാം ഖുറേഷി ആ മയക്കുമരുന്ന് മുഴുവൻ സ്ഫോടനം തീർത്തില്ലാതാക്കി കളഞ്ഞു. പിന്നെയായിരുന്നു സാക്ഷാൽ എബ്രാം ഖുറേഷി ഹെലികോപ്റ്ററിൽ അങ്ങോട്ടേക്ക് വന്നെത്തുന്നത്. കാവലായി എബ്രാം ഖുറേഷിയുടെ വലം കൈയും ഹിറ്റ്മാൻ സംഘത്തിന്റെ നേതാവുമായ സെയ്ദ് മസൂദും ഉണ്ടായിരുന്നു. മുമ്പിലേക്ക് വന്ന എബ്രാം ഖുറേഷി റോബർട്ട് മക്കാർത്തിയെയും സെർജി ലിയോനോവിനെയും വെടിവെച്ച് കൊന്നുകളഞ്ഞു. പിന്നാലെ ബോട്ടിൽ ഉല്ലാസയാത്രയിലായിരുന്ന കബൂഗയ്ക്ക് എബ്രാം ഖുറേഷി കോൾ ചെയ്തു. ഇനിയും മയക്കുമരുന്ന് ബിസിനസ്സുമായി മുമ്പോട്ട് പോയാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതേസമയം ഗോവർദ്ധൻ തന്നെ സത്യാന്വേഷണത്തിലായിരുന്നു. ഗോവർദ്ധൻ കാർത്തികിനെ മീറ്റ് ചെയ്തു. KA നെക്സസ് നടത്തിയ സെനഗലിലെ ആക്രമണത്തെപ്പറ്റിയും വെസ്റ്റേൺ ഏജൻസികൾ മുഴുവൻ ഖുറേഷി എബ്രാമിന് പിന്നിലാണെന്നും അന്ന് കാർത്തിക് ഗോവർദ്ധനെ അറിയിച്ചു. മറുവശത്ത് ലണ്ടനിലെ MI6 ഓഫീസിലും ഖുറേഷി എബ്രാമിനെ വകവരുത്താൻ വേണ്ടി ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. മിഷേൽ ഇത് തനിക്ക് പേഴ്സണൽ ആണെന്നും റോബർട്ടിനെ അവർ കൊന്നുകളഞ്ഞു, ഇതിന് താൻ പ്രതികാരം ചെയ്യും എന്നും ബോറിസിനോട് പറയുന്നുണ്ട്. അന്ന് അവിടെ വെച്ച് ബോറിസ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി. കബൂഗ സംഘം മയക്കുമരുന്ന് ബിസിനസ് ചെയ്യുന്നവരാണ്. ഖുറേഷി എബ്രാം സംഘമാകട്ടെ മയക്കുമരുന്ന് ബിസിനസ് എതിർക്കുന്നവരും അത് തടയുന്നവരും. അവർ തമ്മിൽ നടന്ന ഏറ്റുമുട്ടൽ മാത്രമാണത്. റോബർട്ട് മക്കാർത്തി അതിൽ സംഭവിച്ച ഒരു കൊളാട്രൽ മാത്രമാണ്. പക്ഷെ മിഷേൽ പറഞ്ഞു റോബർട്ട് കുറെ കാലമായി KA നെക്സസിന് പിന്നാലെയായിരുന്നു. ഒരിക്കലും അവനൊരു കൊളാട്രൽ ഡാമേജ് മാത്രമല്ല. പിന്നാലെ മിഷേൽ അവിടെ നിന്ന് പോരാൻ തുടങ്ങി. ആ സമയമാണ് ഓഫീസേഴ്സ് മിഷേലിനെ വിളിച്ച് ഗോഡ് ആക്സിസിനെ പറ്റി, ഷെൻട്രിയാഡിനെ പറ്റി ചോദിക്കുന്നത്. അവരെ പറ്റി അറിയാമോ എന്ന് മിഷേലിനോട് ചോദിച്ചപ്പോൾ ഞാൻ എന്തിനറിയണം എന്നായിരുന്നു മിഷേലിന്റെ മറുചോദ്യം. ശത്രുവിന്റെ ശത്രു മിത്രമാണ്. ഖുറേഷി എബ്രാം അഥവാ KAക്കെതിരെയുള്ള ഷെൻട്രിയാഡ് നമ്മുടെ മിത്രമാണ് എന്ന സൂചനയായിരുന്നു ബോറിസ് അവിടെ വെച്ച് പറഞ്ഞത്. കാർത്തികിനെ കണ്ട് മടങ്ങുന്ന ഗോവർദ്ധനും ഷെൻട്രിയാഡിനെ പറ്റി, ഗോഡ് ആക്സിസിനെ പറ്റി കാർത്തികിനോട് ചോദിച്ചെങ്കിലും കാർത്തികിന് അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നില്ല. അന്ന് ബോറിസ് തന്റെ വീട്ടിലേക്കെത്തി. രഹസ്യമായി സജ്ജീകരിച്ച തന്റെ ഒരു മുറിയിലേക്ക് കടന്നു. ആ അണ്ടർഗ്രൗണ്ട് മുറിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കമ്പ്യൂട്ടർ സജ്ജീകരണത്തിൽ ബോറിസ് ഒരാളെ കോണ്ടാക്ട് ചെയ്തു. അത് എബ്രാം ഖുറേഷിയായിരുന്നു. MI6-ൽ എബ്രാം ഖുറേഷിയുടെ ചാരനായിരുന്നു ബോറിസ്. അവിടെ നടക്കുന്ന വിവരങ്ങൾ ബോറിസ് അബ്രാമിനെ കൃത്യമായി അറിയിച്ചു കൊടുത്തു. ഏജൻസികളൊക്കെ ഒന്നുചേർന്ന് അബ്രാമിനെ ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ് എന്ന് ബോറിസ് വ്യക്തമായി പറഞ്ഞു. എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ബോറിസ് ചോദിച്ചപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും ബോറിസ് എന്നായിരുന്നു അബ്രാം മറുപടി പറഞ്ഞത്. പിന്നാലെ അബ്രാം കബൂഗയെ വിളിച്ചു. നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടു. കബൂഗയ്ക്ക്
ചെറിയ ഭയമുണ്ടായിരുന്നു. താൻ പറയുന്നിടത്ത് പറയുന്ന സ്ഥലത്ത് വെച്ച് കാണാം എന്ന് കബൂക പറഞ്ഞപ്പോൾ ഭയം തൊട്ടു തീണ്ടാതെ അങ്ങനെ തന്നെ കാണാം എന്നായിരുന്നു അബ്രാം പറഞ്ഞത്. ഇതേ സമയം മറുവശത്ത് ഗോവർദ്ധനാകട്ടെ കാർത്തിക് കൊടുത്ത ഫോട്ടോസും മറ്റ് വിവരങ്ങളും വെച്ച് തിരച്ചിലിലായിരുന്നു. ആ തിരച്ചിലിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഗോവർദ്ധൻ കണ്ടു. അബ്രാം കുറേശ്ശെ ധരിച്ചിരിക്കുന്ന അതേ മോതിരമാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ വിരലിലുണ്ടായിരുന്നത്. സ്റ്റീഫനെ പറ്റി കൂടുതൽ ഗോവർദ്ധൻ അറിയണമായിരുന്നു. ഗോവർദ്ധൻ അങ്ങനാണ് മുരുകനെ ചെന്ന് കാണുന്നത്. സ്റ്റീഫനുമായി താൻ അവസാനമായി സംസാരിച്ചത് ഫോണിലൂടെ 4 കൊല്ലം മുമ്പാണെന്നും അതും റാവുത്തർ മുഖേനയാണ് എന്നും മുരുകൻ പറഞ്ഞു. റാവുത്തർ ആരെന്നായി ഗോവർദ്ധന്റെ ചോദ്യം. ഡാനിയൽ റാവുത്തർ എന്ന സ്റ്റീഫന്റെ സുഹൃത്തിനെ പറ്റി മുരുകനിൽ നിന്നും ഗോവർദ്ധൻ അറിഞ്ഞു. അങ്ങനെ റാവുത്തറുമായൊരു മീറ്റിംഗ് ഗോവർദ്ധന് മുരുകൻ തന്നെ അറേഞ്ച് ചെയ്തു കൊടുത്തു. ഗോവർദ്ധൻ അങ്ങനെ ഡാനിയൽ റാവുത്തറിന്റെ മുമ്പിലെത്തി. റാവുത്തർ ചെറിയൊരു മാഫിയ തലവനാണ്. എന്തിനാണ് സ്റ്റീഫനെ കാണുന്നത് എന്ന് റാവുത്തർ ചോദിച്ചു. കേരളത്തിന്റെ അവസ്ഥയും ജതിൻ രാംദാസ് ബൽരാജുമായി കൈകോർത്ത കാര്യവും ഗോവർദ്ധൻ റാവുത്തറോട് പറഞ്ഞു. സ്റ്റീഫൻ തിരികെ വരണം, കേരളത്തെ രക്ഷിക്കണം, അക്കാര്യം പറയാനാണ് സ്റ്റീഫനെ കാണാൻ താൻ ആഗ്രഹിക്കുന്നത് എന്ന് ഗോവർദ്ധൻ വ്യക്തമാക്കി. പിന്നാലെ ഗോവർദ്ധൻ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നായി റാവുത്തറിന്റെ ചോദ്യം. ഇല്ലെന്ന് ഗോവർദ്ധൻ പറഞ്ഞതും ഗോവർദ്ധന്റെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടു. കണ്ണുകളടയുമ്പോൾ യു ആർ സേഫ് എന്ന് റാവുത്തർ ഗോവർദ്ധനോട് പറയുന്നുണ്ടായിരുന്നു. മയക്കത്തിലായിരുന്ന ഗോവർദ്ധനെ അവിടെ നിന്ന് പലതരം വാഹനങ്ങളിലും വിമാനത്തിലുമായി മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കപ്പെട്ടു. കേരളത്തിലാണെങ്കിൽ IUF PKRും ASMും തമ്മിലുള്ള കൈകോർക്കലിനെ പറ്റി വളരെ വലിയ ചർച്ചകൾ നടക്കുകയായിരുന്നു. ബൽരാജിന്റെ പ്രധാന കയ്യാളായി പ്രിയപ്പെട്ട ആളായി അതിനോടകം പഴയ മുന്ന മാറിക്കഴിഞ്ഞിരുന്നു. മുന്ന ബൽരാജിനെ കണ്ട് എന്തിനാണ് ഈ കേരളത്തിനു മേൽ വലിയ താല്പര്യം കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ബൽരാജ് പറഞ്ഞു, 4 ഇന്റർനാഷണൽ എയർപോർട്ട്, പ്രധാനപ്പെട്ട 2 കണ്ടെയ്നർ ടെർമിനൽസ്, അവിടുത്തെ രാഷ്ട്രീയം കുഴഞ്ഞുമറിഞ്ഞു കിടക്കുകയാണ്. ഇതാണ് അവിടെ പ്രവേശിക്കാൻ പറ്റിയ സമയം. അവിടെ വേണ്ട പോലെ കളിച്ചാൽ വിചാരിക്കുന്നതിലും വലിയ ലാഭമായിരിക്കും നമുക്ക് നേടാനാവുക. ബൽരാജിന്റേത് പൂർണ്ണമായും ബിസിനസ് ഐഡിയകളായിരുന്നു. കേരളത്തെ മുന്നിൽ വെച്ച് രാഷ്ട്രീയം ഉപയോഗിച്ച് പണം കൊയ്യാനായിരുന്നു ബൽരാജ് ചിന്തിച്ചത്. മുന്നയെ അടുത്ത പ്രധാന സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാനും ബൽരാജ് തീരുമാനിച്ചിരുന്നു. മറുവശത്ത് ഗോവർദ്ധൻ സ്റ്റീഫന്റെ അഥവാ സാക്ഷാൽ എബ്രാം ഖുറേഷിയുടെ മുമ്പിലെത്തി. എബ്രാം അന്ന് ഗോവർദ്ധനോട് പറഞ്ഞു, ഗോവർദ്ധൻ, നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. നിങ്ങൾ ആർക്കെതിരെയാണോ പൊരുതുന്നത് അവരുടെ കയ്യിലെ തന്നെ ഒരു ആയുധമാണ്. ഒരിക്കൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഞാൻ ഉപയോഗിച്ചു. ഇപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. ഒക്കെ കേട്ട ഗോവർദ്ധൻ ഖുറേഷി എബ്രാം ഗ്യാങ്ങുമായി സ്റ്റീഫൻ എന്താണ് ബന്ധമെന്ന് ചോദിച്ചു. ഒരേ മോതിരം അവരുടെ കൈകളിൽ താൻ കണ്ട കാര്യവും പറഞ്ഞു. പക്ഷേ എബ്രാം അതിന് മറുപടി കൊടുത്തില്ല. പകരം പറഞ്ഞു, ഗോവർദ്ധൻ, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഉപയോഗിക്കും. പക്ഷേ ഇത്തവണ എന്റെ നിയമങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കളിക്കും. ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ അറിയും. അതുപോലെ ഗോവർദ്ധൻ മതിയെന്ന് പറഞ്ഞു. പിന്നാലെ ഒരു ചോദ്യം ചോദിച്ചു. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. ശരിക്കും നിങ്ങൾ ആരാണ്? അബ്രാം പ്രത്യേക ഭാവത്തിൽ ഒരു മറുപടി പറഞ്ഞു. പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ പല ആളുകൾ എന്നെ പല പേരുകളും വിളിച്ചിട്ടുണ്ട്. പക്ഷേ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഗോവർദ്ധൻ എനിക്ക് തന്ന ഒരേ അർത്ഥമുള്ള ആ 3 പേരുകളാണ്. മഹിരാവണൻ, ഇബ്ലീസ്, ലൂസിഫർ. അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ അബ്രാം പറന്നകന്നു. ഗോവർദ്ധന് തിരികെ പോകാൻ വാഹനം അപ്പോഴേക്കും എത്തിക്കഴിഞ്ഞിരുന്നു. ഇതേസമയം കേരളത്തിൽ ജതിനാകെ ഭയന്നിരുന്നത് സ്റ്റീഫനെ മാത്രമായിരുന്നു. ഒരറിവുമില്ലാത്ത സ്റ്റീഫൻ എവിടെയെന്ന് ജതിൻ അറിഞ്ഞേ മതിയാവുമായിരുന്നുള്ളൂ. ജതിൻ അതിനെപ്പറ്റി ഇന്റലിജൻസ് ഓഫീസർ കാർത്തികുമായി സംസാരിച്ചു. ഗോവർദ്ധനെ അടക്കം കാർത്തിക് ഉപയോഗിക്കുന്നത് ജതിനെന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നാലെ ജതിൻ പറഞ്ഞു, എവിടെയോ കിടന്ന് എന്നെ കൊണ്ടുവന്ന് ഈ കേരളത്തിന്റെ CM ആക്കാമെങ്കിൽ നമ്മൾ അറിയുന്നതിലും വലിയ എന്തോ കഥ സ്റ്റീഫനുണ്ട്. ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ഭയന്നിരുന്ന വ്യക്തിയായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി. ഞാൻ പുതിയൊരു നീക്കത്തിന് മുതിരുമ്പോൾ അതിന് തടസ്സമായി സ്റ്റീഫൻ വരില്ല എന്നെനിക്ക് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് ബൽരാജിനോട് ഒരിക്കലും സ്റ്റീഫൻ നെടുമ്പള്ളി ഇതിനിടയിൽ വരില്ല എന്ന് ഉറപ്പുവരുത്താൻ പറയണം എന്നും കാർത്തികിനടുക്കൽ ജതിൻ നിർദ്ദേശിച്ചു. അധികം വൈകാതെയായിരുന്നു അത് സംഭവിച്ചത്. ലണ്ടനിലെ വാട്ടർലൂ റെയിൽവേ ലൈനിൽ ഒരു ട്രെയിനിനകത്ത് ഒരു മൃതദേഹം കണ്ടെത്തപ്പെട്ടു. ബോംബാണെന്നാണ് ആദ്യം സംശയിച്ചതെങ്കിലും റോബർട്ട് മക്കാർത്തിക്കൊപ്പം കൊല്ലപ്പെട്ട ആഫ്രിക്കൻ ക്രൈം ലോർഡ് സെർജയ് ലെനോവാണ് അതിനകത്തുള്ളത് എന്ന് പിന്നീട് മനസ്സിലാക്കി. ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അയാൾ വിഴുങ്ങിയ നിലയിൽ ഒരു മെമ്മറി കാർഡ് കണ്ടെത്തിയിരുന്നു. ആ മെമ്മറി കാർഡ് പരിശോധിച്ചപ്പോൾ മിഷേലിന് കൃത്യമായൊരു ലൊക്കേഷനും അതിന്റെ കോർഡിനേറ്റ്സും ലഭിച്ചു. എബ്രാം ഖുറേഷിയും കബൂഗയും മീറ്റിംഗ് നടത്താൻ പോകുന്ന ലൊക്കേഷനാണത് എന്ന് മിഷേൽ ബോസിനെ അറിയിച്ചു. ഇതേസമയം മറുവശത്ത് ഗോവർദ്ധൻ എബ്രാം ഖുറേഷിയുടെ കളിക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ തുടങ്ങിയിരുന്നു. കാർത്തികിനെ വിളിച്ച്
ഗോവർദ്ധൻ പറഞ്ഞു. അധികം വൈകാതെ സ്റ്റീഫൻ ഇറാഖിൽ വെച്ച് ഒരു ആഫ്രിക്കൻ സംഘത്തെ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ലൊക്കേഷനും കാർത്തിക് ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെയാണ് ഇറാഖിലെ കാർക്കോഷിലേക്ക് തന്റെ സംഘവുമായി മിഷേൽ വന്നെത്തുന്നത്. ലൊക്കേഷനിൽ മുഴുവൻ MI6 ഏജന്റുമാരെയും ഫോട്ടോഗ്രാഫേഴ്സിനെയും ഒക്കെ അവർ നിരത്തി നിർത്തി. എബ്രാം ഖുറേഷിയുടെ ഫോട്ടോ പകർത്താൻ അവർ ശ്രമം ആരംഭിച്ചു. എബ്രാം ഖുറേഷി സംഘം വൈകാതെ വന്നെത്തിയിരുന്നു. ആദ്യമൊന്നും മുഖം കൊടുക്കാതെ അകത്തേക്ക് പോയ എബ്രാം ഒരു ഘട്ടത്തിൽ അവിടെ തിരിഞ്ഞു നിന്നു. തന്റെ മുഖം കിട്ടുന്ന രീതിയിൽ അബ്രാം നിന്നിരുന്നു. പിന്നാലെ മീറ്റിംഗിനായി അകത്തേക്ക് കടന്നു. എന്തിനാണ് അബ്രാം അങ്ങനെ പ്രവർത്തിച്ചത് എന്ന് ബോറിസ് അടക്കം പലരും നെട്ടലോട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. പഴയൊരു പള്ളിക്കകത്ത് വെച്ചിട്ടായിരുന്നു കബൂഗയും എബ്രാം ഖുറേഷിയും തമ്മിൽ മീറ്റിംഗ് ആരംഭിച്ചത്. പൂർണ്ണ സജ്ജീകരണത്തോടെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ കാത്തുനിന്ന MI6 ഏജന്റ് മിഷേൽ ബോറിസിനോട് സ്ട്രൈക്കിന് അനുവാദം ചോദിച്ചു. പക്ഷെ ഇപ്പോഴല്ല എന്ന് പറഞ്ഞ് ബോറിസ് തടഞ്ഞു. പള്ളിക്കകത്ത് കബൂഗയും എബ്രാം ഖുറേഷിയും തമ്മിൽ സംസാരം നല്ല രീതിയിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. കബൂഗയുടെ ആളുകൾ എബ്രാമിന്റെ സംഘത്തിന് നേരെ തോക്ക് ചൂണ്ടി. പിന്നാലെ പുറത്തേക്ക് വെടിയുച്ചകൾ കേട്ടു. അതോടെ ബോറിസിന്റെ ഉത്തരവിന് കാത്തുനിൽക്കാതെ മിഷേൽ സ്ട്രൈക്കുമായി മുന്നിട്ടിറങ്ങുകയാണ്. പക്ഷേ മിഷേലും സംഘവും പള്ളിയുടെ വാതിൽക്കലേക്ക് എത്തുമ്പോഴേക്കും പള്ളിക്കകത്ത് വളരെ വലിയ സ്ഫോടനം സംഭവിച്ചിരുന്നു. മിഷേലും ഏജന്റുമാരും ദൂരേക്ക് തെറിച്ചു വീണു. MI6 ഓഫീസിലും മുഴുവൻ സിഗ്നലും നഷ്ടമായിരുന്നു. അധികം വൈകാതെ കേരളത്തിലുടനീളം ആ വാർത്ത പ്രചരിക്കാൻ ആരംഭിച്ചു. ഇറാഖിൽ വെച്ച് നടന്ന ആക്രമണത്തിൽ കേരളത്തിലെ മുൻകാല MLA ആയിരുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി കൊല്ലപ്പെട്ടു എന്ന വാർത്തയായിരുന്നു അത്. കാർത്തികും ജതിനും പ്രിയദർശിനിയും അടക്കം ഏവരും ഏറെ ഞെട്ടലോടെയായിരുന്നു ആ വാർത്ത കേട്ടത്. സ്ഫോടനം നടന്ന പള്ളിക്കകം ഫോറൻസിക് ഉദ്യോഗസ്ഥർ അടക്കം വന്ന് പരിശോധിച്ചു. അവിടെ നിന്ന് സ്റ്റീഫന്റേതായ മോതിരവും മറ്റും കണ്ടുകിട്ടുകയും ചെയ്തു. സ്റ്റീഫൻ കൊല്ലപ്പെട്ടു എന്ന വിലയിരുത്തൽ പൂർണ്ണമായും സംഭവിച്ചിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലായി. സ്റ്റീഫനും ഇല്ലാതായതോടെ ഇനി എന്ത് സംഭവിക്കും എന്ന് IUF നേതാവിനും മേടയിൽ രാജനും അറിവുണ്ടായിരുന്നില്ല. IUF നേതാവ് മഹേഷ് വർമ്മയും മേടയിൽ രാജനും അതിനെപ്പറ്റി ചർച്ച ചെയ്തു. മറുവശത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മിഷേലിനെ കാണാൻ ബോറിസ് എത്തി. എബ്രാമിന്റെ ഫോട്ടോ അടക്കം മിഷേലിനെ കാണിച്ചു. എന്തായാലും എബ്രാം ചാപ്റ്റർ ഇതോടെ അവസാനിച്ചുവെന്നും 3 മാസത്തേക്ക് നിനക്ക് പെയ്ഡ് ലീവിൽ പോകാം എന്നും അദ്ദേഹം മിഷേലിനോട് പറഞ്ഞു. കൂട്ടത്തിൽ തങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് റോബർട്ട് ഒരു ഡബിൾ ഏജന്റ് ആയിരുന്നു. എബ്രാം ഖുറേഷി നെക്സസ് റോബർട്ട് മക്കാർത്തിയെ വകവരുത്തി ഏജൻസിക്ക് സഹായമാണ് ചെയ്തത് എന്നും ബോറിസ് വിശദീകരിച്ചു. ഞെട്ടലോടെയായിരുന്നു അത് സൂചിപ്പിക്കുന്ന റോബർട്ടിന്റെ ഫോട്ടോസും മറ്റും മിഷേൽ നോക്കിക്കണ്ടത്. കേരളത്തിൽ നെടുമ്പള്ളിയിൽ അതിനോടകം മറ്റു ചില കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. നെടുമ്പള്ളി ചെക്ക് ഡാമിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി നിൽക്കുകയാണ്. കൈക്കൂലിയും മറ്റുമായി കാര്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞു കിടക്കുമ്പോൾ ജനങ്ങൾ ഭീതിയിലായിരുന്നു. അവിടെ നടക്കുന്ന ഒരു മീറ്റിംഗിൽ സംസാരിക്കാൻ പ്രിയദർശിനിയെ ക്ഷണിച്ചിരുന്നു. ആദ്യം പ്രിയദർശിനി പോവണ്ട, രാഷ്ട്രീയത്തിൽ ഇടപെടണ്ട എന്ന് കരുതി മാറി നിന്നു. പീതാംബരനടക്കം ഒന്ന് നിർബന്ധിച്ചിട്ടും പ്രിയദർശിനി തയ്യാറായില്ല. അപ്പോഴാണ് ജതിൻ വിളിക്കുന്നത്. പ്രിയദർശിനിയോട് പോവരുത് എന്ന മട്ടിൽ ജതിൻ ഉത്തരവിട്ടു. ജതിനെതിരെ അവിടെ നടക്കുന്ന മീറ്റിംഗ് ആണത് എന്ന് ജതിൻ അറിയാമായിരുന്നു. പക്ഷേ ജതിന്റെ വാക്കുകൾ പ്രിയദർശിനിയെ പ്രകോപിപ്പിക്കുകയാണ്. അച്ഛൻ PKRന്റെ പാത പിന്തുടർന്ന് അതോടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പ്രിയദർശിനി തീരുമാനിച്ചു. പ്രിയദർശിനി നെടുമ്പള്ളിയിൽ പോയി സംസാരിച്ചാൽ പ്രശ്നമാണ് എന്ന വിവരം അഖണ്ഡശക്തി മോർച്ചയുടെ നേതാവിന്റെ അടുത്തും എത്തിയിരുന്നു. സജനചന്ദ്രൻ അക്കാര്യം മുന്നയെയും മുന്നവഴി ബൽരാജിനെയും അറിയിച്ചു. പ്രിയദർശിനി അവിടെത്തി സംസാരിച്ച് IUFന്റെ പുതിയ ലീഡറായാൽ തങ്ങൾക്ക് അപകടമാണ് എന്ന് ബൽരാജ് മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന കാർത്തികിനെ അർത്ഥപൂർവ്വം ബൽരാജ് നോക്കി. കാർത്തിക് ബൽരാജിന്റെ ആളായിരുന്നു. മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് പ്രിയദർശിനി എത്തിച്ചേർന്നു. വേദിയിൽ കയറി സംസാരിക്കാൻ ആദ്യം പ്രിയദർശിനെ കുറിച്ച് ഭയന്നെങ്കിലും പിന്നീട് ആർജവത്തോടെ സംസാരിച്ചു. പ്രിയദർശിനിയുടെ വാക്കുകൾ ഓരോരുത്തരുടെയും മനം കവരുന്ന തരത്തിലായിരുന്നു. വലിയ തോതിൽ അവിടെ കയ്യടികൾ മുഴങ്ങി. പിന്നാലെയായിരുന്നു അത് സംഭവിച്ചത്. പ്രിയദർശിനി ആക്രമിക്കപ്പെടുകയാണ്. ആളുകൾ നാലുപാടും ചിതറിയോടി. CMന്റെ നിർദ്ദേശമുണ്ടായതുകൊണ്ട് പോലീസും കാര്യമായി അതിൽ ഇടപെട്ടില്ല. ജതിനും ആ മീറ്റിംഗ് കുളമാകണമെന്നായിരുന്നല്ലോ. ബൽരാജിന്റെയും മറ്റും ആളുകളായിരുന്നു പ്രിയദർശിനിയെ വകവരുത്താൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. പ്രിയദർശിനിയെ രക്ഷിക്കാൻ സ്റ്റീഫനുമായി അടുത്ത ബന്ധമുള്ള അവിടുത്തെ ആദിവാസി ഗോത്രവർഗത്തിലെ ആളുകൾ ഇറങ്ങി. അവർ പ്രിയദർശിനിയെ സുരക്ഷിതമായി കാടിനകത്തേക്ക് ഓടിച്ചു. പക്ഷേ അവരെല്ലാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ പ്രിയദർശിനി കാലുളുക്കി ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു പോയി. പ്രിയദർശിനി കൊല്ലപ്പെടും എന്നേ അവസ്ഥ. ആ സമയമായിരുന്നു പ്രിയദർശിനിയെ കൊല്ലാൻ തോക്ക് ചൂണ്ടിയവന്റെ കയ്യിലേക്ക് ലേസർ ബീം വന്നു പതിക്കുന്നത്. പ്രിയദർശിനിയെ കൊല്ലാനെത്തിയ എല്ലാവരുടെയും തലകളിലേക്കും ശരീരത്തിലേക്കും ലേസർ ബീം വന്നു
വധിച്ചു. തൊട്ടു പുറകെ പ്രിയദർശിനിക്ക് നേരെ തോക്ക് ചൂണ്ടിയവൻ വെടിയേറ്റ് വീണു. എല്ലാവരും ഭയന്ന ലേസർ രശ്മികൾ വരുന്നിടത്തേക്ക് നോക്കി. പ്രിയദർശിനിയും പൊടുന്നനെ അവിടുണ്ടായ ഇടിമിന്നലിൽ അവിടുത്തെ ഒരു മരം കത്താൻ ആരംഭിച്ചിരുന്നു. കത്തുന്ന മരത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് അവരാ കാഴ്ച കണ്ടു. അതിനു മുമ്പിൽ നിൽക്കുന്ന സാക്ഷാൽ സ്റ്റീഫൻ നെടുമ്പള്ളി. ഇതേ സമയം ബോറിസ് ഒരു വിവരമറിഞ്ഞിരുന്നു. അന്ന് ഇറാഖിൽ വെച്ച് പള്ളിയിൽ നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ അത്രയും കബൂഗയുടെ ആളുകളാണ്. അബ്രാം ഖുറൈശി ഗ്യാങ്ങിലുള്ളവരെ പറ്റി ഒരു വിവരം പോലുമില്ല. അബ്രാം ഖുറൈശിയെ പറ്റിയും. അബ്രാം ഖുറൈശി കൊല്ലപ്പെട്ടിരുന്നില്ല. അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി. പ്രിയദർശിനിയുടെ രക്ഷയ്ക്ക് അവിടെ സ്റ്റീഫൻ എത്തി. ശത്രുക്കളുമായി ഫൈറ്റ് ചെയ്തു. കനത്ത ഫൈറ്റ് തന്നെ നടന്നു. പിന്നാലെയാണ് ആ കാര്യം വ്യക്തമാകുന്നത്. അന്ന് ഇറാഖിലെ പള്ളിയിൽ വെച്ച് കബൂഗയുമായുള്ള മീറ്റിംഗിൽ സംസാരം നല്ല രീതിയിൽ ആവാതെ വന്നപ്പോൾ കബൂഗയുടെ ആളുകൾ അബ്രാം ഗ്യാങ്ങിനെ കൊല്ലാൻ തോക്ക് ചൂണ്ടിയിരുന്നു. പക്ഷേ തോക്ക് ചൂണ്ടിയതിന് പിന്നാലെ കബൂഗയുടെ ആളുകൾ വെടിയേറ്റ് വീണു. അവരെ വകവരുത്തിയതാകട്ടെ ആ പള്ളിക്കകത്ത് മറഞ്ഞിരുന്ന സയ്യിദ് മസൂദിന്റെ സംഘവുമായിരുന്നു. പിന്നാലെ അബ്രാം തന്നെ കബൂഗയെ വെടിവെച്ചു കൊന്നു. അവിടെ നിന്ന് രഹസ്യപാതയിലൂടെ പുറത്തേക്ക് കടന്നു. അതിനു മുന്നോടിയായി താനാണ് കൊല്ലപ്പെട്ടത് എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ അബ്രാം തന്റെ മോതിരം അവിടെ ഉപേക്ഷിച്ചു പോയി. പിന്നാലെ സയ്യിദ് അവിടം സ്ഫോടനത്തിനിരയാക്കി. ഇതായിരുന്നു സംഭവിച്ചത്. അബ്രാമോ അബ്രാമിന്റെ ആളുകളോ അന്ന് ആ പള്ളിക്കകത്ത് വെച്ച് കൊല്ലപ്പെട്ടിരുന്നില്ല. അന്ന് പ്രിയദർശിനിയും അബ്രാമും സംസാരിച്ചിരുന്നു. പോലീസ് സംഘം കാടിനകത്തേക്ക് പ്രിയദർശിനിയെ തിരഞ്ഞെത്തുമ്പോ അവർ സുരക്ഷിതയായിരുന്നു. അബ്രാം അപ്പോൾ പോയി കഴിഞ്ഞിരുന്നു. പോലീസ് എത്തി പ്രിയദർശിനിയെ കൂട്ടിക്കൊണ്ടുപോയി. എന്താണ് നടന്നതെന്ന് ജതിനും മറ്റുള്ളവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ജതിൻ എന്തായാലും ബൽരാജിനെ നേരിൽ കാണാൻ തീരുമാനിച്ചു. ഇതേ സമയം സ്റ്റീഫൻ പറഞ്ഞ വാക്കുകൾ പ്രിയദർശിനി ആലോചിച്ചു. സ്റ്റീഫൻ പ്രിയദർശിനിയോട് IUFന്റെ മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് ആവാനും CM ആവാനും നിർദ്ദേശിച്ചിരുന്നു. പാർട്ടി ലീഡർ ആവാൻ ആവശ്യപ്പെട്ടിരുന്നു. പ്രിയദർശിനിക്ക് പഠിക്കുവാൻ വേണ്ട ഫയലുകളും കാര്യങ്ങളും സ്റ്റീഫൻ തന്നെ തയ്യാറാക്കി നൽകി. സ്റ്റീഫന്റെ നിർദ്ദേശപ്രകാരം പ്രിയദർശിനി പ്രവർത്തിച്ചു. അവർ IUFന്റെ ലീഡർഷിപ്പ് സ്ഥാനം ഏറ്റെടുത്തു. IUF അംഗങ്ങൾ പ്രധാനമായും മഹേഷ് വർമ്മ അതൽപ്പം ഞെട്ടലോടെയായിരുന്നു നോക്കിക്കണ്ടത്. എന്നിരുന്നാലും പ്രിയദർശിനിയുടെ വരവിനെ അദ്ദേഹമടക്കം സ്വാഗതം ചെയ്തു. അടുത്ത ദിവസം PKR ഭവനിൽ വെച്ച് നേതൃസ്ഥാനം പ്രിയദർശിനി ഏറ്റെടുക്കുന്നതിന്റെ ആഘോഷമെന്ന രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുമായിരുന്നു. അങ്ങോട്ടേക്ക് പൂർണ്ണ രാഷ്ട്രീയ പ്രതിച്ഛായയുള്ള വേഷം ധരിച്ചായിരുന്നു പ്രിയദർശിനി എത്തിച്ചേർന്നത്. ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ പ്രിയദർശിനി നേതൃസ്ഥാനം ഏറ്റെടുത്ത് ജനങ്ങളോട് സംസാരിച്ചു തുടങ്ങി. സംസാരമധ്യേ ഗവൺമെന്റ് ഓഫീസേഴ്സ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി പ്രിയദർശിനി പണം സമ്പാദിച്ചു എന്ന കള്ളക്കേസ് ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്യാനെത്തിയതായിരുന്നു. ബൽരാജും ജതിനും അടക്കമായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചതും. പക്ഷെ അതൊരു അവസരമായിട്ടായിരുന്നു പ്രിയദർശിനി നോക്കിക്കണ്ടത്. പ്രിയദർശിനി സ്വമേധയാ അറസ്റ്റ് വരിക്കാനെന്ന് തയ്യാറായി. തന്റെ കയ്യിൽ വിലങ്ങുവെച്ച് കൊണ്ടുപോകാൻ പ്രിയദർശിനി ധൈര്യത്തോടെ ആവശ്യപ്പെട്ടു. വിലങ്ങുവെച്ച് പ്രിയദർശിനി പുറത്തേക്ക് നടന്നു നീങ്ങിയപ്പോൾ അവർ നടന്നു കയറിയത് ജനങ്ങളുടെ മനസ്സിലേക്ക് കൂടിയായിരുന്നു. ഇതേസമയം മറുവശത്ത് ബൽരാജിനെയും മുന്നേയും കാണാൻ പോയ ജതിൻ രാജ് യാത്രാമധ്യേ അബ്രാം ഖുറൈശിയുടെ ആളുകളാൽ തട്ടിക്കൊണ്ടുപോകപ്പെടുകയാണ്. അന്നാ സംഘത്തിൽ രക്ഷപ്പെട്ടത് കാർത്തിക് മാത്രമായിരുന്നു. കാർത്തിക് ബൽരാജിനടുത്തെത്തി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ജതിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് സ്റ്റീഫനാവാൻ സാധ്യതയുണ്ട് എന്ന തന്റെ സംശയവും പങ്കുവച്ചു. സ്റ്റീഫൻ ജീവനയോടെയുണ്ട് എന്ന വിവരം അതിനോടകം കാർത്തികിന് ഗോവർദ്ധനിൽ നിന്നും ലഭിച്ചിരുന്നു. തട്ടിക്കൊണ്ടുപോകപ്പെട്ട ജതിൻ വൈകാതെ സ്റ്റീഫനെ മുമ്പിൽ കണ്ടു. ഞെട്ടലോടെയായിരുന്നു ജതിൻ സ്റ്റീഫനെ നേരിട്ട് കണ്ടത്. പക്ഷേ സ്റ്റീഫന് മുമ്പിലും ജതിന് കുലുക്കമുണ്ടായിരുന്നില്ല. തന്റെ നിലപാടിൽ ജതിൻ ഉറച്ചുനിന്നു. സ്റ്റീഫൻ പക്ഷേ ചിലത് തീരുമാനിച്ചിരുന്നു. ജതിന്റെ ഫോണിൽ നിന്നും സ്റ്റീഫൻ അഥവാ അബ്രാം ബൽരാജിനെ വിളിച്ചു. അടുത്ത ദിവസത്തിനുള്ളിൽ പ്രിയദർശിനി വെളിയിലിറങ്ങണമെന്നും പ്രിയദർശിനിയുടെ പേരിലുള്ള എല്ലാ കള്ളക്കേസുകളും ഇല്ലാതാക്കണം എന്നും സ്റ്റീഫൻ ആവശ്യപ്പെട്ടു. പിന്നാലെ പറഞ്ഞു, ഞാൻ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് പറയുന്നത് പോലെ വന്നാൽ മുമ്പ് ബാക്കി വെച്ച കണക്ക് നേരിട്ട് തീർക്കാമെന്ന്. കൂട്ടത്തിൽ ബൽരാജ് എങ്ങനെ ഇപ്പോഴത്തെ ബൽരാജായി എന്ന മുഴുവൻ കാര്യവും തനിക്കറിയാം എന്നുള്ള ഭീഷണിയും അബ്രാം മുഴക്കുന്നുണ്ട്. അധികം വൈകാതെ സ്റ്റീഫനിൽ നിന്നും ഒരു മെസ്സേജ് തന്റെ വലങ്കയ്യായ സെയ്ദ് മസൂദിനെത്തി. അത് ബൽരാജിന്റെ ഫോട്ടോ ആയിരുന്നു. പിന്നാലെ കോളും വന്നു. 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, ഇപ്പോൾ അതിനുള്ള സമയമായി. സയ്യിദിന്റെ
തന്റെ ഓർമ്മകൾ പഴയകാലത്തിലേക്ക് പോയി. അന്നത്തെ ഗുജറാത്ത് ആക്രമണത്തിനു ശേഷം രക്ഷപ്പെട്ട സെയ്ദ് എത്തിച്ചേർന്നത് പാകിസ്ഥാൻ തീവ്രവാദികളുടെ അടുത്തായിരുന്നു. അവർ ഇന്ത്യക്കെതിരെ വേണ്ടി പൊരുതുവാൻ സെയ്ദിനെ തയ്യാറാക്കാൻ ആരംഭിച്ചു. പക്ഷേ സെയ്ദിന് അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരിക്കൽ സെയ്ദ് അടക്കം നിരവധി പേരെ ഒരു ട്രക്കിൽ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അബ്രാം ഖുറൈഷിയും സംഘവും വന്ന് അവരെ രക്ഷപ്പെടുത്തി. അന്ന് രക്ഷപ്പെടുത്തിയപ്പോൾ സെയ്ദ് അബ്രാമിനോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമായിരുന്നു. തനിക്ക് വേണ്ട പ്രതികാരം, തന്റെ കുടുംബത്തെ, തന്റെ നാട്ടുകാരെ, ബന്ധുക്കളെ ഇല്ലാതാക്കിയതിനു വേണ്ടിയുള്ള പ്രതികാരം. ആ പ്രതികാരത്തിനായാണ് അബ്രാം ഇപ്പോൾ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അടുത്ത ദിവസം പ്രിയദർശനിക്ക് മേലുള്ള ചാർജുകൾ ഒഴിവാക്കാൻ ബൽരാജ് ഉത്തരവിട്ടിരുന്നു. പിന്നാലെ അബ്രാം പറഞ്ഞയിടത്തേക്ക് ബൽരാജ് പുറപ്പെട്ടു. തന്റെ ആളുകളുമായിട്ടായിരുന്നു ബൽരാജ് പുറപ്പെട്ടു ചെന്നത്. ജതിൻ ബൽരാജിന് അത്രമേൽ ആവശ്യമുള്ളതായിരുന്നു. ജതിനെന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും കയ്യിലായിക്കൊണ്ടിരിക്കുന്ന കേരളം, അവിടുത്തെ അധികാരം നഷ്ടപ്പെട്ടു പോകുമെന്ന് ബൽരാജിന് അറിയാമായിരുന്നു. ബൽരാജിനോട് സ്റ്റീഫൻ എത്താൻ പറഞ്ഞത് പണ്ട് ബൽരാജ് അക്രമം നടത്തിയ സെയ്ദ് മസൂദിന്റെ കുടുംബത്തെയടക്കം നിരവധി പേരെ ഇല്ലാതാക്കിയ സുഭദ്രാബെന്നിന്റെ കൊട്ടാരത്തിലേക്കായിരുന്നു. ആകെ തകർന്ന് ഒരു പ്രേതാലയമായി അത് മാറിയിരുന്നു. അങ്ങോട്ടേക്കെത്തിയ ബൽരാജ് എത്തിയപ്പോൾ നേരിട്ട് കണ്ടത് മർദ്ദനമേറ്റ് ചോരയിൽ കുളിച്ച് കെട്ടിയിട്ട നിലയിൽ തന്റെ മുമ്പിൽ നിൽക്കുന്ന മുന്നയെയായിരുന്നു. തൊട്ടു പിന്നാലെ മുന്നയുടെ ശരീരത്തിൽ വെച്ചിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. മുന്ന മാംസത്തുണ്ടുകളായി ചിതറിത്തെറിച്ചു. ബൽരാജും മറ്റുള്ളവരും ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചിരുന്നു. തന്റെ പ്രിയപ്പെട്ട മുന്നയുടെ മരണം ബൽരാജിന്റെ രോഷം മാളിക്കത്തിച്ചു. ആരടാ നീയെന്ന മട്ടിൽ ബൽരാജ് അലറി വിളിച്ചതും ബൽരാജിന്റെ മുമ്പിലേക്ക് സ്റ്റീഫൻ അഥവാ അബ്രാം ഖുറൈശി നടന്നു വന്നു. പിന്നാലെ സെയ്ദ് മസൂദും. പിന്നെ അവിടെ നടന്നത് ഒരു കനത്ത ഏറ്റുമുട്ടലായിരുന്നു. ബൽരാജിന്റെ ആളുകൾക്കെതിരെ അവർ ശക്തമായി പോരടിച്ചു. ഏവരെയും അടിച്ചിട്ട് ഒടുവിൽ ബൽരാജിനെയും അവർ കൈകാര്യം ചെയ്തു. ഒടുവിൽ അബ്രാം ഖുറൈഷിയെ സാക്ഷി നിർത്തി സെയ്ദ് മസൂദ് തന്നെ ബൽരാജിനെ വെടിവെച്ചു കൊന്നു. ബൽരാജിന്റെ കൊലപാതകത്തോടെ നാടൊട്ടുക്കും ഹർത്താലും കലാപവും പടർന്നു പിടിച്ചിരുന്നു. ജീവൻ ഭയന്ന കാർത്തിക് ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും റാവുത്തറിന്റെ മകൻ കാർത്തികിനെ കൊന്നുതള്ളി. മറുവശത്ത് എല്ലാ കുറ്റങ്ങളിൽ നിന്നും മോചിതയായി പ്രിയദർശനി റിലീസ് ചെയ്യപ്പെടുകയായിരുന്നു. തന്റെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആരംഭിക്കാൻ പ്രിയദർശനി തീരുമാനിച്ചു. IUF പൂർണ്ണ മനസ്സോടെ പ്രിയദർശനിയെ സ്വാഗതം ചെയ്തു. ബന്ദിയാക്കിയിരുന്ന ജതിന് മുമ്പിലേക്ക് സ്റ്റീഫൻ ഓഫർ വെച്ചു. നിനക്ക് മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്ന്, IUFിലേക്ക് മടങ്ങിച്ചെന്ന് നിരുപാധികം പ്രിയദർശനിയെ പിന്തുണയ്ക്കുക, അനുസരണയുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി മാത്രം കഴിയുക, അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുക. തീരുമാനം നിന്റേതാണ്. അബ്രാമിന്റെ വാക്കുകളിൽ തനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്ന് ജതിൻ അറിയാമായിരുന്നു. പ്രിയദർശനിയെ പിന്തുണയ്ക്കാം എന്ന് തീരുമാനിച്ച് ജതിൻ അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കയറി. ഹെലികോപ്റ്റർ അവിടെ നിന്ന് പറന്നുയർന്നു. അപ്പോഴാണ് ബോറിസിൽ നിന്ന് അബ്രാമിനൊരു കോൾ വരുന്നത്. അബ്രാം കോൾ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഫോൺ വിളിച്ചിരുന്നത് ബോറിസ് ആയിരുന്നില്ല. ബോറിസിനെ തോക്കിൻ മുനയിൽ നിർത്തി ഷെൻട്രയാഡിന്റെ നേതാവായിരുന്നു. കബൂഗയെ കൊന്നതോടെ ഷെൻട്രയാഡിനെയാണ് നീ തൊട്ടത് എന്ന് പറഞ്ഞ ആ നേതാവ് റോബർട്ട് മക്കാർത്തി തങ്ങളുടെ ആളാണെന്ന് പറയുകയും അതിന് പകരമായി നിങ്ങളുടെ അതുപോലുള്ള ആളെന്ന് പറഞ്ഞ് ബോറിസിനെ കൊല്ലുകയും ചെയ്തു. പിന്നാലെ പറഞ്ഞു, കബൂഗ ഞങ്ങളുടെ സഹോദരനായിരുന്നു. ഒരു സഹോദരന് പകരം മറ്റൊരു സഹോദരൻ. ഭയത്തോടെ അബ്രാം സെയ്ദ് മസൂദിനെ തിരിഞ്ഞു നോക്കി. പെട്ടെന്നത് സംഭവിച്ചു. ആകാശത്ത് പറന്നുയർന്ന ജതിന്റെ ഹെലികോപ്റ്റർ സ്ഫോടനത്തിനിരയായി പൊട്ടിത്തെറിച്ചു. ജതിൻ കൊല്ലപ്പെട്ടു. അബ്രാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. ഷൻട്രയാഡും അബ്രാം ഖുറൈശിയും തമ്മിലുള്ള പോരിന് തുടക്കം കുറിച്ചുകൊണ്ട് എൽത്രിക്ക് തുടക്കമിട്ട് ചലച്ചിത്രം അവിടെ അവസാനിക്കുന്നു. എന്റെ ക്രെഡിറ്റ് സീനിൽ ഒരു സീൻ കൂടിയുണ്ട്. ഷൻട്രയാഡിന്റെ നേതാവ് അബ്രാം ഖുറൈശി ആരാണെന്നും എങ്ങനെ അയാൾ അബ്രാം ഖുറൈശി ആയെന്നും തനിക്കറിയണം എന്ന് സബോർഡിനേറ്റ്സിനോട് ആവശ്യപ്പെട്ടു. കഥ അവിടെ നിന്നും 1981 ബോംബെയിലേക്ക് നീളുന്നു. അന്നവിടെ റാവൂത്തറിന്റെ ഏരിയയിലേക്ക് കടന്നു ചെന്ന് എതിരാളികളെ ഒറ്റയ്ക്ക് നിന്ന് ആക്രമിച്ച ഒരു യുവാവിന്റെ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നു. അത് സ്റ്റീഫനായിരുന്നു. പിന്നീട് അബ്രാമായി മാറിയ നെടുമ്പള്ളിയിലെ അതേ സ്റ്റീഫന്റെ ചെറുപ്പകാലം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.